പ്രൈസ് ദി ലോർഡ്. ECC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ECC ചർച്ച് രൂപീകൃതമായി. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അനുഗ്രഹീതമായി സമാപിച്ചു. ECC സെമിത്തേരി നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് അനുവദിക്കപ്പെട്ടു. പ്രവാസ ജീവിതം താൽക്കാലികമായി ഉപേക്ഷിച്ച് യുവപ്രവാസി നാട്ടിൽ തിരിച്ചെത്തി. സിസ്റ്റർ ജസ്ന അജേഷ് ജോലിയിൽ പ്രവേശിച്ചു. സിസ്റ്റർ സ്മിത രാജു വിദേശത്തേക്ക്. സ്നാനക്കുളത്തിന്റെ പണി പൂർത്തിയായി. കുഞ്ഞുഞ്ഞച്ചായൻ നിത്യതയിൽ. പാസ്റ്റർ ജോസഫ് മാത്യുവും കുടുംബവും ECC സന്ദർശിച്ചു. അവധിക്കാലം ആനന്ദപ്രദമാക്കാൻ മക്കൾ നാട്ടിലേക്ക്. സ്പോർട്സ് വാർത്തകൾ. ആനുവൽ സ്പോർട്സ് മീറ്റിൽ തിളങ്ങി ഹന്ന ബെന്നി. താരമായി ഇവ അജേഷ്. വാർത്തകൾ വിശദമായി. ECC ചർച്ച് രൂപീകൃതമായി. 2023 ജൂലൈ 16 ചർച്ച ആരംഭിച്ചത്. ഈ വാർത്തയുടെ വിശദ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി അജേഷ് ലൈനിലുണ്ട്. അജേഷ്, കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സോണിയ. 2023 ജൂലൈ 16 ECC അഥവാ ഏലോഹിം ക്രൈസ്റ്റ് ചർച്ച് രൂപീകൃതമായത്. ബഹുമാനപ്പെട്ട പാസ്റ്റർ രാധാകൃഷ്ണൻ പ്രാർത്ഥിച്ചു ഉദ്ഘാടനം നിർവഹിച്ചു. പാസ്റ്റർ ബെന്നി NC അവர்களാണ് ECCയുടെ സ്ഥാപകൻ. ഭാര്യ സിസ്റ്റർ മിനി ബെന്നിയും മക്കളായ ഡോണയും ഹന്നയും പ്രവർത്തനങ്ങളിൽ പൂർണ്ണ പങ്കാളിത്തം വഹിക്കുന്നു. പാസ്റ്റർ ജോസഫ് മാത്യുവും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ECCയുടെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് പാസ്റ്ററോട് കൂടെ നിൽക്കുന്ന യുവാക്കളും അച്ചായന്മാരും ആൻറ്റിമാരും സഹോദരിമാരും കുഞ്ഞുങ്ങളുമാണ് ചർച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. ദൈവം നൽകിയ ദർശനത്തിൽ സ്ഥാപിതമായ സഭ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നീലേശ്വരം ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം അവിടെയും ആരാധന നടന്നു വരുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക് സൺഡേ സ്കൂളും 10 മണിയോടെ ആരാധന തുടങ്ങി 12 മണിവരെ ആരാധനയും തുടർന്ന് ഭക്ഷണവും ECCയിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും മധ്യസ്ഥ പ്രാർത്ഥനയും, എല്ലാ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ച വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയും ഞായറാഴ്ച ഉച്ചയ്ക്കുള്ള യൂത്ത് മീറ്റിങ്ങോട് കൂടി അവസാനിക്കുകയും ചെയ്യുന്നു. എല്ലാത്തിനും മീതെ യേശു ക്രിസ്തുവാണ് വാഴുന്നത് എന്നുള്ള ഉറപ്പോടെയും ആ ക്രിസ്തുവിന് വേണ്ടി ജീവൻ പോകുവോളം പ്രവർത്തിക്കുമെന്നും ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയും തീരുമാനത്തോടെയുമാണ് ECC മുമ്പോട്ട് പോകുന്നത്. പ്രാരംഭഘട്ടത്തിൽ കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തൃശ്ശൂർ വരെ പ്രവർത്തനം വ്യാപിപ്പിക്കുവാനും അതിനുശേഷം ഇന്ത്യ മുഴുവൻ ലോകരാജ്യങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുവാനുമുള്ള പ്രാർത്ഥനയിലും ഒരുക്കത്തിലുമാണ് ഏലോഹിം ക്രൈസ്റ്റ് ചർച്ച്. ഇത്രയും വിശദ വിവരങ്ങളാണ് സോണിയ ഏലോഹിം ക്രൈസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. വളരെ നന്ദി അജേഷ്, ECC ന്യൂസിനോടൊപ്പം ചേർന്നതിന്. ഏലോഹിം ക്രൈസ്റ്റ് ചർച്ചിനെ ദൈവം ഇനിയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആത്മനിറവിൽ സമാപിച്ചു. സെപ്റ്റംബർ 26, 27 ദിവസങ്ങളിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ദേവദാസന്മാരായ പാസ്റ്റർ അനീഷ്, പാസ്റ്റർ അഖിൽ രഹബോത്ത്, പാസ്റ്റർ രഞ്ജിത്ത് എന്നിവരുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്താനുള്ള തീരുമാനം സഭയിൽ എത്തിച്ചേർന്നത്. ഒക്ടോബർ 9 ECC ചർച്ചിൽ ആരംഭിച്ച 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പ്രഗത്ഭരായ ദേവദാസന്മാർ വചനം ശുശ്രൂഷിച്ചു. ചർച്ചിലെ എല്ലാവരുടെയും പൂർണ്ണ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അഭിഷേകത്തിൻ്റെയും ആത്മനിറവിൻ്റെയും രോഗശാന്തിയുടെയും ദിനങ്ങളായിരുന്നു. അതുപോലെ തന്നെ ചിലർ അഭിഷേകം പ്രാപിക്കുകയും അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ച് വിടുതൽ പ്രാപിക്കുകയും ചെയ്തു. സെമിത്തേരിയുടെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ. ECC ചർച്ച് സെമിത്തേരിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കപ്പെട്ടു. ആശിഷ് ബ്രദറാണ് ഫണ്ട് വാഗ്ദാനം ചെയ്തത്. പ്രവാസ ജീവിതം താൽക്കാലികമായി ഉപേക്ഷിച്ച്
സഹോദരൻ നാട്ടിൽ തിരിച്ചെത്തി. നീണ്ട 10 വർഷത്തെ പ്രവാസ ജീവിതം താൽക്കാലികമായി അവസാനിപ്പിച്ചാണ് അജേഷ് നാട്ടിലെത്തിയത്. 7 വർഷത്തോളമായി ഖത്തർ ഇൻഡോഫാബ്സ് കമ്പനിയിലും തുടർന്നുള്ള 3.5 വർഷം ലോഡ് കിങ് കമ്പനിയിലും സേവനമനുഷ്ഠിച്ചു. സിസ്റ്റർ ജസ്ന ജോലിയിൽ പ്രവേശിച്ചു. 3.5 വർഷത്തെ ഡയാലിസിസ് ടെക്നോളജി പഠനം കാസർഗോഡ് മാലിക് ദിനാർ ഹോസ്പിറ്റലിൽ പൂർത്തീകരിച്ച് ലിംഗയാസ് വിദ്യാപീഠത്തിൽ വെച്ച് നടന്ന ബിരുദദാന ചടങ്ങിൽ വെച്ച് ബിരുദധാരിയായ ജസ്ന ഇപ്പോൾ HBS ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ടെക്നീഷ്യനായി സേവനമനുഷ്ഠിക്കുന്നു. സിസ്റ്റർ സ്മിത വിദേശത്തേക്ക്. വളരെ നാളത്തെ പ്രാർത്ഥനയ്ക്ക് ഫലമായി സിസ്റ്റർ സ്മിത ഡിസംബർ 27 ദുബായിലേക്ക് പോയി. ജോലി കാര്യങ്ങൾ വളരെ നന്നായി പോകുന്നു എന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. സ്നാനക്കുളത്തിൻ്റെ പണി പൂർത്തിയായി. ECC ചർച്ചിനെ അതിശയിപ്പിച്ചുകൊണ്ട് മുളവനെടുക്കത്തെ തോമസ് അച്ചായൻ ദ്രുതഗതിയിൽ സ്നാനക്കുളത്തിൻ്റെ പണികൾ പൂർത്തിയാക്കി. വിശദമായ വാർത്തയുമായി നമ്മുടെ പ്രതിനിധി ഡോണ ബെന്നി ലൈനിൽ ചേരുന്നുണ്ട്. ഹലോ ഡോണ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സോണിയ. സ്നാനക്കുളത്തിന്റെ പണി പൂർത്തിയായി. ECCയെ മുഴുവൻ അതിശയിപ്പിച്ചുകൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ പണി പൂർത്തീകരിക്കുകയായിരുന്നു. ECCയുടെ പ്രിയങ്കരനായ തോമസ് അച്ചായനാണ് സ്നാനക്കുളത്തിന് വേണ്ടിയുള്ള സ്ഥലവും നിർമ്മാണ പ്രവർത്തനത്തിനുള്ള തുകയും അനുവദിച്ചതും പണിക്കുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിച്ച് നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കുവാനും ECCയെ സഹായിച്ചത്. തോമസ് അച്ചായനോടുള്ള പ്രത്യേക നന്ദിയും ECC പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട്. ഇത്രയും വിവരങ്ങളാണ് സോണിയ സ്നാനക്കുളത്തിന്റെ പണി പൂർത്തിയായതിനെ പറ്റി ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ നന്ദി ഡോണ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ECC ചർച്ചിൽ ഇനി ഒരുപാട് സ്നാനങ്ങൾ നടക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അടുത്ത വാർത്തയിലേക്ക് പോകാം. ചെരുവിൽ വീട്ടിൽ കുഞ്ഞുഞ്ഞച്ചായൻ നിത്യതയിൽ പ്രവേശിച്ചു. ചെരുവിൽ വീട്ടിലെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ഒപ്പം ബിബിൻ ചേരുന്നുണ്ട്. ബിബിൻ, ചെരുവിൽ വീട്ടിലെ വിശേഷങ്ങളൊന്ന് പറയാമോ പ്രേക്ഷകർക്ക് വേണ്ടി? സോണിയ, കഴിഞ്ഞ നവംബർ 3 തോമസ് KC എന്ന കുഞ്ഞുഞ്ഞച്ചായൻ നമ്മെ വിട്ട് നിത്യതയിൽ ചേർക്കപ്പെട്ടത്. നാളായി ശാരീരിക അസ്വസ്ഥതകളാൽ ഭാരപ്പെട്ടിരുന്നെങ്കിലും ദൈവത്തിൻ്റെ കൃപയും എലോഹിം ക്രൈസ്റ്റ് ചർച്ച് അംഗങ്ങളുടെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയും മുഖാന്തരം ശാരീരികമായി വളരെ ബലം പ്രാപിക്കുകയും എഴുന്നേറ്റ് നടക്കുകയും ചെയ്തിരുന്നു. ECCയുടെ തുടക്കം മുതലുള്ള എല്ലാ ആരാധനയിലും പ്രാർത്ഥനാ കൂട്ടായ്മകളിലും പങ്കെടുക്കുകയും ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ നവംബർ 3 താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുകയായിരുന്നു. ECCയുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ രീതിയിലുള്ള സംസ്കാര ശുശ്രൂഷ കുന്നുപാറയിലുള്ള ഭവനത്തിൽ വെച്ച് നടക്കുകയും നാനാ തുറകളിൽ നിന്നുള്ളവർ അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തിയുമിരുന്നു. തുടർന്ന് ചെറുപുഴയിലുള്ള സെമിത്തേരിയിൽ സംസ്കരിച്ചു. ഭാര്യ പൊന്നമ്മ, മകൻ ഷുബിൻ, മകൾ ഷിനു, മരുമകൻ ഷിബിൻ എന്നിവരാണ്. ഇത്രയാണ് സോണിയ വിവരങ്ങൾ. ഓക്കെ, വളരെ നന്ദി ബിബിൻ. കുഞ്ഞുഞ്ഞച്ചായൻ്റെ വാർത്തകളുമായിട്ട് സഹകരിച്ചതിന് നന്ദി പറയുന്നു. ജോസഫ് മാത്യു പാസ്റ്ററും കുടുംബവും ECC സന്ദർശിച്ചു. ECC ചർച്ചിൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് സഹകരിക്കുന്ന ജോസഫ് മാത്യു പാസ്റ്ററും ഭാര്യ ലില്ലിക്കുട്ടി, മക്കളായ ബ്ലസൻ, ജോഷുവ എന്നിവർ നവംബർ 23 കാഞ്ഞങ്ങാട് ECC ചർച്ച് സന്ദർശിക്കുകയും അതോടൊപ്പം കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും തുടർന്ന് ഞായറാഴ്ച നടന്ന ആരാധനയിൽ പങ്കെടുത്ത ശേഷം വൈകുന്നേരം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. അവധിക്കാലം ആനന്ദപ്രദമാക്കാൻ മക്കൾ നാട്ടിലേക്ക്. ക്രിസ്തുമസ് അവധിക്കാലം ആഘോഷമാക്കാൻ തമ്പിച്ചായൻ്റെയും മേരിയാൻ്റിയുടെയും മക്കളായ ഷീന, ഷിജിന മക്കൾ, രാജേന്ദ്രൻ അച്ചായൻ്റെയും ജെനിറ്റാൻ്റിയുടെയും മകളായ ഉഷയും മക്കളും ഡിസംബർ 22 കാഞ്ഞങ്ങാട് എത്തിച്ചേർന്നു. അടുത്തുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം 24 ECC ചർച്ചിൽ ആരാധനയിൽ പങ്കെടുത്ത ശേഷം ചർച്ച് അംഗങ്ങളുടെയും യുവജനങ്ങളുടെയും കൂടെ നിന്ന് ചിത്രങ്ങളും പകർത്തിയാണ് തിരികെ പോയത്. കായിക വാർത്തകൾ. ആനുവൽ സ്പോർട്സ് മീറ്റിൽ ഓടിത്തീർത്ത് ECC താരം. സ്കൂളിൽ നടന്ന 50 മീറ്റർ ഓട്ട മത്സരത്തിൽ ഇവ അജേഷ് ഫസ്റ്റ് പ്രൈസ് നേടി. സ്കൂൾ ആനുവൽ സ്പോർട്സ് മീറ്റിൽ പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോ മത്സരത്തിൽ ഹന്ന ബെന്നി ഫസ്റ്റ് പ്രൈസ് നേടി. വാർത്തകൾ സമാപിക്കുന്നു. നന്ദി.